പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. സഭാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തെ ഇന്നിനെ ആശീർവദിക്കണമേ. അവിടെ യാത്രകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കണ്ടുമുട്ടുന്ന വ്യക്തികളെ അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ, എഴുതുന്ന എഴുത്തുകൾ, ഒപ്പിടുന്ന ഒപ്പുകൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒന്നും തെറ്റിപ്പോകാതെ ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഫലം പ്രകടിക്കുക തിരിച്ചു പോകാത്തതുപോലെ കർത്താവ് നിൻ്റെ അനുഗ്രഹം ആ ഫലം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭം ഉണ്ടായിട്ടും ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യങ്ങളുള്ളവരെ അതിനെക്കുറിച്ച് അത് കളയണോ വേണ്ടയോ എന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സമാധാന ഭവനങ്ങൾ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസകൾ അലച്ചത് കർത്താവിൻ്റെ
സമാധാനത്തിൻ്റെ ആധികാരികത സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ കർത്താവെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും മതാനും മധ്യസ്ഥ ഈശ്വരൻ്റെ നാമത്തിൽ സമാധാനം അനുഭവിക്കുകയായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്നവർ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ, ജീവിതമാർഗം കാണാത്തവർ, ജീവിതമാർഗം കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റിക്കൊണ്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാതെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പകച്ചു നിൽക്കുന്നവർ, അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുരിശിൻ്റെ ശക്തി, സഹനത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ നാമത്തിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കൊയ്യാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ഔന്നത്യത്തെ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ മക്കൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കശപിശകൾ, അതുമൂലം ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വയസ്സുകൾ, വൈരാഗ്യങ്ങൾ മൂലം പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അത് മാനസികമായിട്ട് അകന്നു പോകുന്നവർ, കർത്താവെ അതിന് ചൈൽഡിഷായിട്ട് ജീവിതത്തെ കാണാതിരിക്കുവാനും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ യാത്ര ചെയ്യിക്കുന്നവരെ ആശീർവദിക്കുന്നു. യാത്രാ തടസ്സങ്ങളെ ആശീർവദിച്ച് ഈശോയുടെ നാമത്തിലെ ബന്ധങ്ങളെ അകറ്റുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരുടെ കർത്താവെ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരുമില്ലല്ലോ, ഞങ്ങളെ വഴി നടത്താൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയവർക്ക് സങ്കടപ്പെടുന്നവർ കർത്താവെ, നിൻ്റെ വാഗ്ദാന പ്രകാരം ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കർത്താവ് ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ പറ്റിയ സാഹചര്യം മാത്രമാണ് സഹനമെന്നും ശാപമല്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധാത്മാ ദാനങ്ങളാൽ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഇന്നത്തെ യാത്ര ആശ്രയിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സംസാരിക്കുന്ന ഒപ്പുകളും എഴുത്തുകളും ആശ്രയിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ സഹായിക്കുന്നവർ ആശ്രയിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ ശപിക്കുന്നവർ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കൃപയിൽ ജീവിക്കാൻ കർത്താവ് ആവശ്യമായ കൃപയാൽ നിന്ന് നടക്കട്ടെ. ഗോഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഫ്രീ പ്രെയർ അങ്ങനെ ഒരു കോൺസെപ്റ്റുണ്ട്. ഫ്രീ പ്രെയർ എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ എയർ എന്ന് പറയത്തില്ലേ, ഫ്രീ എയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില എയർ നമ്മൾ ചെല്ലുമ്പോൾ മേ ബി പൊല്യൂട്ടഡ് ആയിരിക്കും എയർ. അപ്പോൾ നമ്മൾ മാസ്ക് വെക്കും, ഇപ്പോൾ ഇവിടെ എയർ പൊല്യൂട്ടഡ് ആണല്ലോ എന്ന് പറയും, എയറിൻ്റെ തിക്നെസ് കൂടുതലാണല്ലോ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ വനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രീ ഓക്സിജനാണ് നമുക്ക് കിട്ടുന്നത്. വല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ ശ്വാസകോശം വലിച്ചു കയറുന്നത് കാണാം, പെട്ടെന്ന് എനർജറ്റിക് ആകും. അതുപോലെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി ആയിരിക്കും. കടലോരത്തൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഈർപ്പം നീരാവി എയറിലുണ്ടാവും. അപ്പോൾ ശ്വാസകോശ രോഗികൾക്കല്ല, അതുകൊണ്ട് ചുമയും പനിയും എല്ലാം കൂടി വരും. അത് അല്ലെങ്കിൽ ചിലർക്ക് അത് ഉണ്ടാവും. ഫ്രീ എയർ എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നമാണ് ശരിക്കും. തന്നെയല്ല മനുഷ്യരാശിയുടെ അവകാശമാണ് എയർ പൊല്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അനുഭവവേദ്യമാകേണ്ടത്, നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് ഫ്രീ പ്രെയർ കിട്ടുന്നുണ്ടെന്ന് നോക്കണം. നീ ആധ്യാത്മികമായിട്ട് എന്തുമാത്രം വളർന്നുവെന്നറിയാൻ ഏറ്റവും നല്ലത് ഫ്രീ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വെയിറ്റൊന്നും ഇല്ലാത്ത പ്രാർത്ഥനകൾ. സാർ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, തന്നെയല്ല ആ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ വെക്കാറില്ല, ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ഓടിത്തിരിഞ്ഞ് വരാറില്ല. അത് നീയും ദൈവവും മാത്രമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് നിനക്കിങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയണം. അതിന് ഫ്രീ പ്രെയർ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടാകും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടാവുമെങ്കിലും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കുവാനോ അതിൻ്റെ ഉള്ളിൽ നിനക്ക് അനായാസമായി ദൈവത്തിൻ്റെ സന്നിധി വ്യാപരിക്കാൻ കഴിയണതാണ് ഈ ഫ്രീ പ്രെയർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഫ്രീ പ്രെയർ വേണം. ഒരാഴ്ച എന്ന് വെച്ചാൽ അറിയാണ്ടങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. പിന്നെയല്ല പ്രാർത്ഥനീയമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും, ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ദൈവത്തെ മാത്രം ഓർത്ത് പ്രാർത്ഥനയുടെ ഫലം ദൈവമാണെന്ന് ഓർക്കും. നമ്മൾ പ്രാർത്ഥനയുടെ ഫലം സമാധാനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ? പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നെയാണ്. അതാണ് ഫ്രീ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. അതിനകത്ത് ആശകളില്ല, സ്വപ്നങ്ങളില്ല, നമ്മുടെ ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. ദൈവം തന്നെയാണ് എൻ്റെ കണ്ടൻറ്റ് വൈസ്.
ഫുൾ ആൻഡ് ഫുൾ 100% ദൈവം തന്നെയായിരിക്കും അതിൽ. പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, എന്റെ ജീവിതത്തിലെ ഞാനും അങ്ങും തമ്മിലുള്ള ആത്മീയ വ്യാപാര വിനിമയങ്ങളിൽ തന്നെയാണ് എല്ലാത്തിന്റെയും ഫലമെന്നും അങ്ങ് തന്നെയാണ് എല്ലാത്തിന്റെയും ഫലമെന്നും അങ്ങ് തന്നെയാണ് മാർഗമെന്നും അങ്ങ് തന്നെയാണ് മാർഗം, തന്നെയാണ് ലക്ഷ്യമെന്നും അങ്ങ് തന്നെയാണ് ലക്ഷ്യമെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ആധ്യാത്മികതയുടെ ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് വേണ്ടി എപ്പോഴും ആഴങ്ങളെ വിളിക്കുന്നത് പോലെ ആത്മാവിന്റെ ആഴങ്ങളെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഒരു ആത്മബന്ധത്തിനായി ദാഹിക്കുകയും ആ ദാഹം ഐക്യമാക്കി തീർക്കുകയും ആ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് യോഹന്നാൻ 16:23 ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയും വേഗം ആത്മീയ അനുഭവമാകും ഞങ്ങൾ അനുഗ്രഹിക്കണം. നമ്മളെ കൊണ്ട് നമ്മളുടെ കഴിവ് കൊണ്ട് ബുദ്ധി, ആലോചന, സ്വാധീനം, ബന്ധം എല്ലാം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തു, പക്ഷെ നിവർത്തിയില്ല. അതല്ലേ ആൾക്കാരുടെ അവസ്ഥ? നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത വിഷയമാണെന്ന് നീ പറയണത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം ഇനി രാത്രി മുഴുവൻ അധ്വാനിക്കേണ്ട കാര്യം എന്താണ്? ഓറ്റി അടിക്കണം. ഓറ്റി അടിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും പോയി ഓവർ ടൈം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ മടിയായിട്ട് അവസാനം ഒന്നിനും പോകാതെ നിങ്ങൾ വെള്ളം അടിച്ച് അല്ലെങ്കിൽ സ്റ്റാമ്പൊക്കെ നാക്കിലൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെന്താണ് മയങ്ങിക്കിടക്കണത്. ചിലർ മയങ്ങിക്കിടക്കുകയല്ലേ നാക്കിലൊക്കെ ഒട്ടിച്ചിട്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ സംഭവിക്കുന്നത്? പട്ടിണിയാണ്. അതുകൊണ്ട് പട്ടിണിയുടെ വിശപ്പറിയാതിരിക്കാൻ വേണ്ടി കറുപ്പ് കുഞ്ഞുങ്ങളുടെ വായിക്കുത്തി കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ കണ്ടതാണ് എൻ്റെ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്, റൈസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ്. അതൊക്കെ നോക്കുമ്പോൾ ഈ രാജ്യം എത്രയോ മഹത്തരമായ ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേസമയം തന്നെ രാജ്യമായാലും നമ്മുടെ സംസ്ഥാനമായാലും അതിൻ്റെ അധികാരികളുടെ കൂടെ നിൽക്കണമെന്നതിനാണ് കാര്യം. അവരെ തിരുത്തും നമ്മൾ, പക്ഷേ എന്നാലും അവരോട് സപ്പോർട്ട് ചെയ്യും. കാര്യം അവരെയാണ് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിയും ബോധം ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശാശ്വതവും ക്ഷേമകരമായ നടപടികൾ സ്വീകരിക്കാനും അവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും. അവർക്ക് ചിലപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ആശയപരമായൊരു വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചൊരു കഥയൊന്നുമില്ല. ദൈവം നിങ്ങളുടെ വിശ്വാസത്തിലല്ല ദൈവം നിലനിൽക്കുന്നത്. പിന്നെ എന്താ കാര്യം? അതിന് ആത്മാർത്ഥമായി ആ വിശ്വാസത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ കഴിവുള്ളവൻ്റെ ആസ്തിയാണ് ആധ്യാത്മിക ആസ്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ ആശയപരമായ കേവല വിശ്വാസമല്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തില് കറയില്ലാത്ത ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിലെ വിശ്വസ്ത തെളിയിച്ചുകൊണ്ട് ദൈവത്തെ ജീവിത പ്രശ്നങ്ങളിലെ ഇടപെടുത്താനുള്ള കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. മക്കളെ, നമ്മുടെ ഈ ഉടമ്പടിയുടെ വിഷയമെന്ന് പറയണത് ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, കേൾക്കുമ്പോൾ മനസ്സിലാവും. പ്രസൻസ് ആണ് കേട്ടോ. പ്രസൻസ്. ക്ലയോഫാസ് ഈ പ്രസൻസിൽ നിന്ന് പോരുകയാണ്, കാൽവരിയിൽ നിന്ന് പോരുകയാണ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോരുകയാണ്. പോന്നിട്ട് എന്ത് കാര്യം? അവൻ്റെ മനസ്സ് ദുഃഖമാണ്. 16 വായിച്ചേ, 24-16. ലൂക്കായുടെ സുവിശേഷം 24-16-17 തിരുവചനങ്ങൾ. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞേ, എന്നാൽ അവനെ, അതായത് കൂടെ നടക്കുന്ന ഈശോയെ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അപ്പൊ പ്രസൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണു മൂടപ്പെട്ടിരിക്കുകയാണ്. കണ്ണു മൂടപ്പെടാൻ കാര്യം എന്താണ്? ദുഃഖങ്ങൾ കൊണ്ട് കണ്ണു മൂടപ്പെടാം. ഇതൊക്കെ നമ്മുടെ കർത്താവിന് കൂടെ ഉണ്ട്, പക്ഷെ കാണാൻ പാടില്ല. കണ്ണു മൂടപ്പെട്ടിരിക്കുകയാണ്. ലൂക്ക 24:17 അവർ മ്ലാനവദനരായിരുന്നു. അതാണ്, മ്ലാനവദനരായിരുന്നു. മ്ലാനവദനരായി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ തന്നെ നമുക്ക് ആൾക്കാർ മ്ലാനവദനരാ അല്ലേ? മ്ലാനവദനരായി കഴിഞ്ഞാൽ കണ്ണും മുടപ്പെടാൻ പറ്റും. തിരിച്ചറിയാൻ പാടാണ് കർത്താവിനെ. അപ്പോൾ ആദ്യം തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ മ്ലാനവദനം മാറ്റാൻ നോക്കണം. നിങ്ങളെന്താണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞും ആ മറ്റേ മ്ലാനവദനായിട്ട് തന്നെ ആൾക്കാർ പോകും. അവർ ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഓക്കെ, നിങ്ങൾ മ്ലാനവദനായിരുന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ചില ആൾക്കാർ എന്ത് ആശ്വാസത്തോടെയാണ് പോണത്? എന്താണ്? ഞാൻ മാതാവിനെ
ഏൽപ്പിച്ചു. ഇനി പ്രശ്നമില്ല, ഇനി അമ്മ നോക്കിക്കൊള്ളൂ. ചില കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മ്ലാനവതരായി പോകും. ദാറ്റ് മീൻസ് അവർ കൃപാസനത്തിൽ സ്ഥലം നശിപ്പിക്കാൻ വന്നിട്ടുള്ള പേപ്പട്ടികളാണ്. ഒരു കഥയുമില്ല, വെറുതെ വായി നോക്കിയുള്ളൂ. എന്തിനു വന്നു നിങ്ങൾ? ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്തിനും മ്ലാനവതരായി പോകുന്നു? അത് കാരണം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് അർത്ഥം. കാരണം നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലല്ല. നിങ്ങൾ ഏതാണ്ട് അപേക്ഷക്കത്ത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് പോകല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പട്ടിമുള്ളിയോ മോതോ പരിഹരിക്കേണ്ട കാര്യം അതാ. നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തെ ഏൽപ്പിച്ചിട്ടുള്ളവൻ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അതാണ് പ്രശ്നം. ദൈവത്തെ നിങ്ങൾ ആത്മശോധന ചെയ്യണം. ശരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്തോ? അതാ അവിടെ ഏതാണ്ടൊക്കെ ക്ലാസ് ക്ലാസ്സെല്ലാം കേട്ടിട്ട് ഇവിടെ വന്ന് കന്യാസ്ത്രീയോട് ചോദിക്കും, ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? എന്നോടാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മകളെ മുതുകത്ത് പെട്ടിക്കൊണ്ട് കുളിക്കാൻ പോകുന്ന തണുക്കുക, അല്ല പിന്നെ എന്ത് ചെയ്യാനാ? ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ വന്ന് കന്യാസ്ത്രീയോട് ചോദിക്കുകയാണ്, ആ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടത്? മൊത്തം കോരി തലക്ക് വെച്ച് തളം വെച്ചോണ്ട് ചെമ്പരത്തി വെച്ചോണ്ട് തെക്ക് വടക്ക് നടക്കുന്നീ ബുദ്ധിയും ബോധമില്ലാത്ത ക്ലാസ് ആയിട്ട് അവിടെ പോയിരുന്ന് ഉറങ്ങുകയായിരുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയെങ്കിലും നിങ്ങളെ അഭ്യാസം നിർത്തണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ 10,000 ലക്ഷങ്ങൾ ഉടമ്പടി എടുത്ത് അനുഭവം പ്രാപിച്ചവർ ലോകത്തിലുണ്ടിപ്പോൾ. ഞങ്ങൾക്ക് ആദ്യം ഇതൊക്കെ അമ്മ തരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ തെളിയിക്കാൻ എന്താ മാർഗമെന്ന്. ഇപ്പോഴെന്താ എല്ലാ ദിവസവും തെളിവല്ലേ. വഴിയെ പോണവർ പോലും ഉടമ്പടി എടുത്തിട്ട് വലിയ വായിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടി കണിച്ചിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വിറച്ചാൽ ഞാൻ നിൽക്കണത് കൃപാസനത്തിൽ. എന്താ എന്നുവെച്ചാൽ എത്ര മനുഷ്യരാണ് സീറോയിൽ തളർന്ന് തീർന്നു വന്ന് എല്ലാവരും എഴുതി തള്ളിയ മനുഷ്യർ കർത്താവിൻ്റെ ഇന്ന് ആശ്വാസവും സൗഖ്യവും ശക്തിയും പ്രാപിച്ച് സർവോപരി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കണത്. ഇപ്പോൾ ഈ വേള ഞാൻ ശില്പയെക്കുറിച്ച് തോന്നില്ലേ? ശില്പ എന്താ പറഞ്ഞത്? അപ്പോൾ കർത്താവേ ഇനിയും എനിക്ക് പീഡാസകരമാണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ ഇവളെന്താണ് അതുകൊണ്ട് പീഡാസകരമാണെന്ന് പറഞ്ഞു മ്ലാനവതനായിട്ട് നടക്കാത്തത്? അവളെ ഉടമ്പടി കൃത്യമായിട്ട് നടക്കണത്. അവൾക്ക് പീഡാസകരണം കുരിശിൽ കുലുങ്ങി. അവിടെ മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൽ കുലുങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് അവളോട് പറഞ്ഞു, പീഡാസകനാണ് മളെ വരുന്നത്, നീ പ്രാർത്ഥിച്ചത് വിഷയം വേറെ ആണെങ്കിലും വരണത് പീഡാസകനമാണെന്ന് പറഞ്ഞ്. പീഡാസകനാണെന്നപ്പോൾ നമ്മുടെ ഉടമ്പടിക്കണ പീഡാസകനം മാറാനല്ലേ. പക്ഷേ അവൾക്ക് എന്നാ പറ്റി? അവൾക്ക് ഈ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ. അത് കാരണം ഉള്ളിൽ ഭയങ്കര ധൈര്യമാണ്. പീഡാസകനമായാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ അതിനെ കാണാൻ വേണ്ടി ഞാൻ സമയം കുറിച്ചിട്ടുണ്ടെന്നാ പറയണത്. അത്രയും ധൈര്യമാണ് അവൾക്ക്. എന്നെ സംബന്ധിച്ച് അവൾ അത്രയും നാൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്പോൺസർ കാര്യം മാറി. അതാണ് സംഭവം. പിറ്റേ ദിവസം ഈ കുരിശിൽ കുലുങ്ങി കഴിഞ്ഞ് അവിടെ ഇത്രയും നാൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പൈസ കൊടുക്കാവുന്ന സ്പോൺസർ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനേക്കാൾ വലിയ പീഡാസനം അവൾക്ക് എല്ലാം ഉണ്ട്, തീർന്നു. പക്ഷെ അതേ സമയത്ത് എന്തറിയാവാ, നിങ്ങൾ ഓർക്കണം, നിങ്ങളെ ഒന്നുറങ്ങിയാൽ നേരം വെക്കത്തില്ലെന്ന് എപ്പോഴും പറയും. ഒന്ന് കുലുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പീഡാസകന ഉടമ്പടി വന്നെന്നും പറഞ്ഞുകൊണ്ട് ചില ബുദ്ധിയും ബോധം ഇല്ലാത്ത ആൾക്കാർ ഉടമ്പടി തളർത്തിക്കളയും. അത് മണ്ടത്തരവാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് കർത്താവ് മുഖത്ത് നോക്കി നേരിട്ട് പറയാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തിരിക്കണം. അറിയാമോ നിനക്ക്? നിനക്കറിയാവോ ഞാൻ പറയണത്? നമ്മളെ കണ്ടത് സ്വന്തം അപ്പനെപ്പോലും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചതെന്ന് നിന്നോട് മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ് അവൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത്. അതാണ് അവൻ്റെ സ്നേഹം. കൈയിട്ടിച്ച് കർത്താവിനോട് അല്ലേ. അപ്പൊ എന്തെങ്കിലും തരത്തിലൊരു തകർച്ച ഇടക്കാലത്തിലുണ്ടായാൽ എൻ്റെ മക്കൾ അതിനെ അതിജീവിക്കണം. അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി നിർത്തി, പരസഹായം നിർത്തി, സുവിശേഷം നിർത്തി, ചുരുണ്ട് കൂടി മുമ്പത്തെ കഷ്ടമായിട്ട് മാറരുത്. അതായത് ഒരു അപ്ഡേഷൻ മുമ്പ്, ഒരു ഉടമ്പടിയിൽ ഒരു അപ്ഡേഷൻ വരുന്ന മുമ്പ് ഒരു വിഡ്രോവൽ ഉണ്ടാകും. എല്ലാവർക്കും അനുഭവിക്കുന്ന സത്യമാണ്. ഉടമ്പടിയിൽ ഒരു മേൽഗതി മുന്നേറ്റം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ഒരു പിൻവലിയലുണ്ടാവും, ഒരു മുന്നേറ്റം. അവൾക്കതാ സംഭവിക്കണം. സ്വന്തം സ്പോൺസർ രാജിവെച്ച് പോയി, പോയി. പിന്നെ അവൾക്കൊരു ഗതിയുമില്ല, പരഗതിയുമില്ല. പക്ഷേ അവൾ വിട്ടുകൊടുത്തില്ല. അവൾ കർത്താവിൻ്റെ കൂടെ നിന്നു. അത് ആദ്യം തന്നെ തണുപ്പടിപ്പിച്ച് നമുക്ക് മനസ്സിലായി കർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ദൈവികമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വിജിലൻ്റ് ആകണമെന്ന് നമുക്ക് മനസ്സിലായി. അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുരിശുരൂപം കുലുങ്ങിയപ്പോഴും പീഡനമാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞ് ആ പീഡനം നേരിട്ട് വന്നിട്ട് സ്പോൺസർ കൈയൊഴിഞ്ഞപ്പോഴും അവൾ കർത്താവിനെ കൈയൊഴിയാതെ നിൽക്കുകയാണ്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ അതൊക്കെ മുമ്പ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഈ കണ്ണുമൂടപ്പെട്ട അവസ്ഥ. ഇപ്പോൾ സ്പോൺസർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മ്ലാനവതനായി എമാവസിലെ ശിഷ്യന്മാരെ പോലെ കണ്ണ് മൂടപ്പെട്ട പോലെ അവസ്ഥ വരേണ്ടതാണ്. പക്ഷേ അവിടെ കണ്ണ് മൂടപ്പെടുന്നില്ല. കാര്യം എന്താണ്? അവർക്ക് കർത്താവ് വിശ്വാസമുണ്ട്. അത് കാരണം കർത്താവ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ഒരു സ്പോൺസറും ഇല്ലാതെ കർത്താവ് അവൾക്ക് ഒരു അക്കൗണ്ട് കാണിച്ചു കൊടുത്തു, ഒരു സ്പോൺസറും ഇല്ലാതെ. പിന്നെ അവൾ അതിൻ്റെ പിടിച്ച് 5 പൈസ കൊടുക്കണ്ട, പുതിയ വഴി കാണിക്കുകയാണ്.
നമ്മളെ ഇപ്പോൾ സ്വന്തം സ്വഭാവം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണി മേടിച്ചു തരാം. അത് ചിലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കണം, ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യണം നോക്കണം, ഇതെങ്ങനെ ഗ്രോത്ത്. അതായത് ദൈവം നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മറ്റതെല്ലാം തല്ലിക്കെടുത്തി കളയണത്. പറഞ്ഞു മനസ്സിലായില്ലേ? സൂര്യൻ തണുത്തു പോകും, സൂര്യൻ ഇരുണ്ടു പോകും, നക്ഷത്രങ്ങളുടെ പ്രകാശം തരത്തില്ല, ചന്ദ്രൻ തണുത്തു പോകും, അനന്തരം മനുഷ്യപുത്രൻ സർവ്വമഹത്വത്തോടുകൂടി ഇരുന്നില്ല വരും. അങ്ങനെയല്ല വചനം. മത്തായി 24:29. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. പീഡനങ്ങളുടെ കാലത്ത് സൂര്യൻ എന്താ സംഭവിച്ചത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരും, നക്ഷത്രങ്ങൾ നിവദിക്കും. അപ്പോൾ ഇതാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അതിനുശേഷമാണ് സംഭവിക്കുന്നത് വലിയ സംഭവം. എന്താണ്? മനുഷ്യപുത്രൻ സർവ്വമഹത്വം എഴുന്നള്ളി വരും. അതൊക്കെ മുമ്പേ എന്താ വരും? ജോലി പോകും. മനസ്സിലായില്ലേ? ഭർത്താവിന് സംശയമാകും, മക്കൾ ചിലപ്പോൾ സ്റ്റാമ്പ് ഒട്ടിച്ച് പോലീസ് കേസിൽ അകപ്പെട്ടു പോകും, നക്ഷത്രങ്ങൾ നിവദിക്കും. അല്ല, ക്ലിയർ അല്ലേ സംഭവം? നിങ്ങളുടെ അനുഭവങ്ങളും വചനങ്ങളും തമ്മിൽ കറക്റ്റ് ചെയ്ത് നോക്കണം. കർത്താവ്, അതായത് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇതുപോലെ സംഭവിക്കും. ഭർത്താവല്ലേ സൂര്യൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മളെ സഹായിച്ചുകൊടുക്കുന്ന ജോലിയല്ലേ സൂര്യൻ. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളെന്താ വിശ്വാസം എന്താ വിചാരിക്കേണ്ടത്? മനുഷ്യപുത്രൻ നേരിട്ട് വരാൻ ഇടയായി. ഇനി സൂര്യനല്ല പ്രകാശം തരേണ്ടത്, ചന്ദ്രനല്ല. The Lord God will be their light like the word of God. ശ്രുതികടേ ശ്രുതികടേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് നിന്റെ ആഗമനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 21:23. വെളിപാട് 21:23. നഗരത്തിന് പ്രകാശം നൽകാൻ, ഇത് പറഞ്ഞ നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിന്റെ ദീപം കുഞ്ഞാടാണ്. ഇത് ഇപ്പൊ ഈശോ കണക്ട് ചെയ്തതല്ലേ? ഞാൻ കണക്ട് ചെയ്തതല്ലോ. നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? ചിലപ്പോഴും ശില്പയ്ക്ക് സംഭവിച്ച പോലെ സ്പോൺസർ അസ്തമിക്കാം. മനസ്സിലായില്ലേ? സൂര്യൻ ഇരുണ്ടു പോകാം. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ ചന്ദ്രൻ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തപ്പെട്ടവരോ പാർട്ടിക്കാരോ ആരെങ്കിലും ആയിരിക്കും, ബാങ്കുകാരായിരിക്കും. ചന്ദ്രൻ പ്രകാശം തരത്തില്ല, ലോൺ തരത്തില്ല. ക്ലിയർ അല്ലേ? നമ്മുടെ ജീവിതാനുഭവമാണിത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇരുട്ടിൻ്റെ യുഗം, സൂര്യൻ സ്രോതസ്സുകൾ, സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ അസ്തമിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. മനസ്സിലായി? ഈ ടൈം കഴിഞ്ഞു പോകുമേ, പക്ഷേ ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യമുണ്ട്. എന്താണ് അത് കാര്യം? ഇങ്ങനെ ഘട്ടങ്ങൾ പെരുകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലുക്ക 21:13 എടുത്ത്. 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. സ്പോൺസർ പോയെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ മകളുടെ കല്യാണം മാറിയെന്നും പറഞ്ഞ് അപ്പം പോയി 2 പെഗ്ഗെടുത്ത് BC വന്ന് കിടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിലാണ്. നിങ്ങളിത് കാര്യം ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ നോക്കണേ. എത്ര കാലം കൂട്ടടക്കും? എന്തെങ്കിലും ജീവിതത്തിൽ തകർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പേരിൽ കുപ്പിക്കൂട്ടം ഉണ്ടാക്കിയിട്ടൊരു കഥയുമില്ല. അങ്ങനെ ഇട്ടുകൊണ്ട് ഈ വെള്ളം കുടിക്കണവർ ഇനി ദാഹിക്കും. അല്ലേ? 4:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13 ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായെന്ന് വിചാരിച്ചോ? തകർച്ച ഉണ്ടായി. ഇപ്പം ഇന്നലെ ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞേ, അച്ഛാ വാടകക്കാരുമായിട്ട് സീറ്റൊക്കെ ഒപ്പിടാൻ വേണ്ടി പോയി ഒപ്പിട്ട്, പക്ഷേ ഒപ്പിട്ട ദിവസം പിറ്റേ ആഴ്ച ഭർത്താവ് മരിച്ചു. ഇപ്പോൾ വാടകക്കാർ ഇറങ്ങണില്ല അവിടുന്ന്. അവർ ഞങ്ങൾ വിളിച്ചിട്ട് പോലും എടുക്കണില്ല. ഇരുട്ടായി അല്ലേ? സൂര്യനും പോയി, ചന്ദ്രനും പോയി, ഇരുട്ടായി. തീർച്ചയായിട്ടും ഉടമ്പടിയിൽ അമ്മ നേരിട്ട് ചെന്ന് അവർ ഇറക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഓർക്കേണ്ട വിഷയം ഇതാണ്. ഇത് അമ്മയ്ക്ക് ഏൽപ്പിക്കണം. പിന്നെ നിങ്ങളെന്ത് അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കരുത്. നിങ്ങൾക്കിത് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള
അവസരമായിരിക്കും. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോണത്. സൂര്യൻ തണുത്തു പോയാലും നക്ഷത്രം ചന്ദ്രൻ പ്രകാശം തന്നില്ലെങ്കിലും നക്ഷത്രങ്ങൾ വീണു പോയാലും പക്ഷേ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അതാണ് ശില്പയോട് പറയണത്. നിനക്ക് പീഡനം ഉണ്ടായാൽ സ്പോൺസർ പോകും, പക്ഷേ ഞാൻ നിന്നെ ഐ വിൽ നോട്ട് ഡിസോൺ യു. കാര്യം എന്താണ്? ദ ലോർഡ്, അതായത് I will not disown you. Take the better part. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ പറഞ്ഞു ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കണത്. ഇനി അപ്പം തന്നെ നിന്നെ നമ്മുടെ മരിച്ചു പോയാലും നിങ്ങൾക്കറിയാമല്ലോ, അമ്മ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു പോയാലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചു പോയത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അക്കാലങ്ങളിൽ നമുക്ക് കുറച്ച് വിഷമവും ഭയങ്കര വേദനയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിച്ചത് തന്നെയാണ് അതിനെ അതിജീവിച്ചത്, ആ സിറ്റുവേഷൻ അതിജീവിച്ചത്. ഒറ്റക്കാണ് പോയി സെമിനാരി ചേർന്നത്. ഇപ്പോഴേക്ക് മനസ്സിലായി ഞാൻ ഒറ്റക്കല്ല പോയത്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും ഒറ്റക്കാണ് പോയെന്ന്. നിക്കറക്കിട്ട് ഒറ്റക്ക് പോയി സെമിനാരി ചേർന്ന്. ആ ഒറ്റക്കല്ല പോയത്. എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടാവും തീർച്ചയായിട്ടും. എനിക്കന്ന് കർത്താവ് ഉണ്ടെന്ന് അറിയത്തില്ല, അതാണ് കുഴപ്പം. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. കാര്യം നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വചനമുണ്ട്. നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അതായത് നമ്മളുടെ ജീവിതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും കൂടെയുള്ള ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, പുറപ്പാടിൻ്റെ 21 വായിച്ചില്ലേ, ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ, അതായത് നമ്മൾ ആദ്യം വായിച്ചത് എന്താണ്? ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും. അതൊക്കെ മത്തായി ശ്രീകാട് സുവിശേഷം അല്ലേ, 24-ാം അധ്യായം 29-ാമത്തെ വാക്യം. അപ്പോൾ സൂര്യൻ തണുത്ത് പോകാം, നക്ഷത്ര പ്രകാശം തരാതിരിക്കാം. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? നമ്മുടെ മാനുഷ്യവും ഭൗതികവും പദാർത്ഥമാത്രമായിട്ടുള്ള സപ്പോർട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം എന്ത് സംഭവിക്കും? ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ്. ദൈവമായ കർത്താവായിരിക്കും നഗരത്തിന് പ്രകാശം നൽകണത്. അതാണ് 21-23 എന്താ നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം വായിച്ചത്. ആരാണ്? ദൈവമായ കർത്താവ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ ദൈവമായ കർത്താവ് നമ്മുടെ വിഷയം നേരിട്ട് ഏറ്റെടുക്കാൻ നേരത്താണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള സപ്പോർട്ടുകളെ ഒക്കെ സപ്പോർട്ടല്ലാതായി മാറണമെന്ന് യഥാർത്ഥ വിശ്വാസി വിവേചിച്ച് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആൻഡ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് അഫെയർ. അതൊരു ഇമോഷണൽ വിഷയമല്ലേ. നമ്മൾ ഭക്തി, പ്രാർത്ഥന, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇമോഷണലായിട്ട് എടുത്ത് കളയും. ചുമ്മാ ഞരമ്പ് രോഗികളുടെ എന്തോ മസ്ത്രകം ചെയ്യാൻ കളിയാണെന്ന് വിചാരിക്കും. അതല്ല സംഭവം. ഇതിന് വളരെ ഷെയർ മാർക്കറ്റ് ചെയ്യണ പോലെ ബുദ്ധിപരവും തന്ത്രപരവും അനുഭവജ്ഞാനം കൊണ്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കെട്ടുപോകുന്നു, സൂര്യൻ്റെ നമ്മുടെ യഥാർത്ഥ സ്രോതസ്. അതുകൊണ്ട് ജീവിതം അവസാനിക്കണില്ല മക്കളെ. ഒരു വഴി അങ്ങ് അടഞ്ഞു വരുമ്പോൾ കർത്താവ് വേറെ വഴി തുറക്കുന്ന ബൈബിളിലൊന്നുമില്ല. പക്ഷേ ബൈബിളിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ പഴഞ്ചൊല്ല് പോലെയല്ല ബൈബിള്. അതൊക്കെ പറ്റുന്ന ആൾക്കാർ ചുമ്മാ വർത്തമാനങ്ങൾ ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് കപട ആശ്വാസം നൽകും. അതൊന്നുമല്ല. കർത്താവിൻ്റെ വഴി നമുക്ക് വിശ്വാസയോഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് റോള്? ഇങ്ങനെ ഒരു ദിവസം ഒരു കാലത്ത് നമ്മുടെ ജീവിതം, നമ്മുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, പക്ഷേ എന്താ നമ്മുടെ അല്ലെങ്കിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം ആദ്യം അറിയണത് ആരാണ്? നിങ്ങളാണോ? ഭർത്താവ് മരിക്കുമെന്ന് ആദ്യം അറിയണത് ആരാണ്? നിങ്ങളാണോ? അല്ല, ആദ്യം അറിയണം ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഇല്ലേ? ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ മ്ലാനമതനരായി നടന്നു കഴിഞ്ഞാൽ, ഞാൻ വിധവയാണ് എന്നൊക്കെ പറഞ്ഞ ചിലക്ക് വെള്ള സാരി കൊടുത്ത് നടക്കുകയല്ലേ. ഭർത്താവ് മരിച്ചില്ലെങ്കിലും വെള്ള സാരി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോട്ടെ. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മ്ലാനമതനെ നടക്കുന്ന സുവിശേഷ വിഹിതമല്ല. മനസ്സിലായില്ലേ? എൻ്റെ കർത്താവിന് എൻ്റെ കാര്യത്തിൽ പുതിയ തീരുമാനം വരാൻ പോകുന്നു. അതുകൊണ്ടാണ് പഴയ തീരുമാനമൊക്കെ അടുത്ത് മാറ്റുന്നത്. പഴയതെല്ലാം എടുത്ത് മാറ്റും. അപ്പം പുതിയ തീരുമാനം വരാൻ പോകുന്നു. എന്താണ്? ദൈവം തന്നെ നേരിട്ട് എൻ്റെ കാര്യം ഏറ്റെടുക്കാൻ പോകണം. അതാണല്ലോ ഇപ്പോൾ ശില്പക്ക് സംഭവിച്ചത്. നേരിട്ട് ഏറ്റെടുത്ത് ഒരു സ്പോൺസറും ഇല്ലാതെ ഞാനാണ് നിൻ്റെ സ്പോൺസർ എന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ നമ്മുടെ മുഖത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ അപ്പനെ
ഭൂമിയിൽ ആരെയും നിങ്ങൾ അപ്പാന്ന് വിളിക്കരുതെന്ന്. എന്നിട്ട് എന്താ കാര്യം? ഭൂമിയിൽ നിങ്ങൾ ആരെയും അപ്പാന്ന് വിളിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? അതിന് അപ്പനെ ആൻ്റെ അപ്പാന്ന് വിളിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ എന്താണ്? അമിതമായ ശാശ്വത പ്രാധാന്യം കൊടുക്കരുത്. ടെമ്പററി ആയിട്ടൊക്കെ, കാര്യം ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ലേ അപ്പനും അമ്മയൊക്കെ, എല്ലാവരും ടെമ്പററി സെറ്റിൽമെൻ്റ് ആണത്. നിങ്ങൾക്ക് ആ ഒരു പ്രാധാന്യമാണുള്ളത്. നിങ്ങൾക്ക് എന്നിട്ട് മക്കൾക്ക് തരെ നിങ്ങൾ ടെമ്പററി സെറ്റിൽമെൻ്റ് അല്ല കൊടുക്കണത്. നിങ്ങളുടെ വിഷയത്തിൽ വന്ന വിഷയം, നിങ്ങളെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന സമയത്തും കുർബാനയ്ക്കുന്ന സമയത്തും എൻ്റെ മക്കളോ എൻ്റെ ആടോ എൻ്റെ പശുവോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശാശ്വതമായ പ്രാധാന്യം പശുവിന് കൊടുക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ പാല് കുടിച്ച് തന്നെ മരിക്കും, ഒരു സംശയമില്ല. അല്ല, ഒരു ചേട്ടത്തിന് എനിക്കറിയാം. ചേർത്ത് എപ്പോഴൊക്കെ ഞാൻ പറയണം, ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ തമാശയൊന്നും പറയാറില്ല. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണല്ലോ, കർത്താവുള്ള ജീവിതമല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് വല്ല ഉടമ്പെടുത്ത് ജീവിക്കണത്. പക്ഷേ ഒരു ചേട്ടത്തി എപ്പോഴും എനിക്കറിയാം. എൻ്റെ പള്ളിയിൽ പണ്ട് ഞാൻ 86, 87 കാലഘട്ടങ്ങളിൽ കൗൺസിൽ ചെയ്യുമ്പോൾ ഒരു ചേട്ടത്തി വന്ന് ഞാൻ പറയാം, എൻ്റെ അച്ഛാ എനിക്ക് കർത്താവ് തന്ന പണിയാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്താ കാര്യം അറിയാമോ? അവർക്കൊരു കൊച്ച്, രണ്ട് പെൺപിള്ളേരാണ്, അത് നല്ല മിടുക്കികളാണ്. പക്ഷേ അതുപോലെ മിടുക്കനായിട്ടുള്ള ഒരു ആൺകൊച്ചിനെ വേണം അവർക്ക്. പക്ഷേ ഇനിയും പെൺകൊച്ച് ജനിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ അവർ കാഴ്ച അന്തരീക്ഷ പിന്നാളെടുത്താണ് കിട്ടുന്നത്, അവങ്കിൽ അവിടെ ഉടമ്പടി എടുത്താണ് കിട്ടണമെങ്കിൽ അവിടെ. ഇതൊന്നുമില്ല, കൊച്ചുരസി ആണെങ്കിൽ അത് ആവശ്യം പിതാവ് നമുക്ക് കൊച്ചിനെ കിട്ടിയാൽ മതി. ഇത് ദൈവത്തിന് അറിയാം. അതാ പ്രശ്നം. നിങ്ങളുടെ ഉടമ്പടി കാര്യം പലരും വിജയിക്കാത്തതിൻ്റെ കാരണം പപ്പു ഊതിയാലും പരമൂതിയാലും ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ഊത്ത് ക്രിസ്ത്യാനി ഇല്ലേ, അവന് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. പപ്പു ഊതിയാൽ മതി, പരമൂതിയാലും മതി, കുഴപ്പമില്ല, എനിക്ക് ഊത്ത് കിട്ടിയാൽ മതി, എനിക്ക് ഊത്ത് കെട്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എൻ്റെ കാര്യത്തിൽ അവരെ സംബന്ധിച്ചോളം ദൈവത്തിലുള്ള പ്രാധാന്യം അവിടെ വയറ്റിപ്പഴപ്പാണ് പ്രധാനപ്പെട്ടത്. അപ്പം തന്നെ പോയില്ലേ, പിടി കൊടുത്തിട്ട് എന്തിനാ ചുമ്മാ മുങ്ങിക്കൊണ്ട് നടക്കണത്? പിടികൊടുത്ത് പോയില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്താൽ പിന്നെ എൻ്റെ ദൈവം, ഞാനും ദൈവമായിട്ട് എഗ്രിമെൻ്റാണിത്. അതിന് എൻ്റെ അമ്മയാണ് സാക്ഷിയായിട്ട് നിൽക്കണം, മധ്യസ്ഥയായി നിൽക്കണത്. ഇതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. ഇത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് കഴിയാൻ കാത്തു നിൽക്കണം എല്ലാ കാര്യങ്ങൾക്കും. അല്ലാതെ ഇവിടെയും വന്ന് ഉടമ്പടി ചെയ്ത് അവിടെയും പോയി ഒരു നവേന കൂടി ഇവിടെയും ഒരു നവേന കൂടി ഇങ്ങനെ കറങ്ങി നടന്നാൽ കർത്താവ് നിന്നെ വട്ടം കറക്കി നിലത്തിട്ട് അടിക്കും, ഒരു സംശയമില്ല. നീ കാപട്യത്തിൻ്റെ കൈയും കാലും വെച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം നിങ്ങൾ. എന്ത് തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റ് പേഴ്സൺ ടു പേഴ്സൺ ആണ്, വ്യക്തിയും തമ്മിലുള്ളതാണ്. ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? ഈ ചില സമയത്ത് കർത്താവ് പഴയ അക്കൗണ്ടെല്ലാം ക്ലോസ് ചെയ്ത് കളയും. പഴയ സൂര്യനും പഴയ ചന്ദ്രനും ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഭരണം ഏറ്റെടുക്കും. അതാണ് ദ ലോർഡ് ഗോഡ് വിൽ ബി ദ ലൈറ്റ്. ദൈവമായ കർത്താവ് തന്നെയായിരിക്കും അവരുടെ സൂര്യനും ചന്ദ്രനും വന്ന്. ഇനി അവർക്ക് സൂര്യനും ചന്ദ്രനും പ്രകാശം ആവശ്യമില്ല, ദൈവമായ കർത്താവ് തന്നെയായിരിക്കും സൂര്യനും ചന്ദ്രനും. ആ ശില്പ അത് കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകും. ഇപ്പോൾ സംഭവമൊക്കെ സ്പോൺസറൊക്കെ ഒത്ത് റെഡിയായി ദൈവം തന്നെ ഒരു ചാനൽ കൊണ്ടുപോയി, പുതിയ ചാനൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവിടെ നേഴ്സാണ്, ഇവൾക്ക് പക്ഷേ അറിയാൻ പാടില്ലാത്ത ഒരു കോഴ്സിന് ICUവിൽ നിൽക്കണം. ICU ഡ്യൂട്ടിയാണ്. അപ്പോൾ അവിടെയൊക്കെ നിൽക്കറിയാമല്ലോ, 24 hours തണുപ്പായിരിക്കും. ICUവിലെ രോഗിക്ക് ബോധം ഉണ്ടാകത്തില്ല. എന്തെല്ലാം സെറ്റിൽമെൻറ്റോട് കൂടിയാണ് ICUവിൽ ആൾക്കാർ കിടക്കുന്നത്, വെൻറ്റിലേറ്ററൊക്കെ വെച്ചല്ലേ കിടക്കണത്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുള്ള ഇൻ്റർവ്യൂവിന് വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവളെ വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമെന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം അവൾ പറയും. എന്താ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സിറം അമോണിയം എന്ന് പറയും. അതിനാ സാക്ഷ്യം കേൾക്കണം, സിറം അമോണിയം. അതോട് ഇയാൾ ഞെട്ടിപ്പോവും. ആധുനികമായിട്ട് പഠിച്ചിട്ടുള്ള നേഴ്സുമാർ പോലും ആ ഉത്തരം തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവളാണെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചതല്ല ഇത്. അവൾ പറയുന്നുണ്ട്, ഞാൻ 3 കൊല്ലം മുമ്പ് നോക്കിയ നോട്ട് ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ 21:15 അനുസരിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കുമെന്നല്ലേ പറയണത്, സിറം. ആ ഒരു ഒറ്റ ഉത്തരത്തിന് അവൾക്ക് ആ ജോലി കിട്ടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.